കാര്യത്തെക്കുറിച്ച് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഓർക്കുക, ബലാത്സംഗ കേസിലാണ് ഈ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. മുകേഷിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിന്റെ തൊട്ട് പിറകെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ, ഈ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ 3 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പോലീസ് അറിയിക്കുകയും അതേ തുടർന്ന് ഇപ്പോൾ മുകേഷിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് ഇപ്പോഴത്തേത്. ഇപ്പോൾ നിതിൻ പ്രഭാകർ ചേരുന്നു. നിതിൻ പ്രഭാകർ, പറഞ്ഞോളൂ, അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ബാക്കി നമുക്ക് ലഭ്യമായ വിവരപ്രകാരം നടൻ മുകേഷ് MLA ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഈ നിമിഷം നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. രാവിലെ 10 മണി മുതൽ ഇവിടെ പ്രത്യേക ക്യാമ്പ് ഓഫീസിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നത്. നേരത്തെ ജില്ലാ സെഷൻസ് കോടതി മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിച്ചത്. ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് തന്നെയാണ് നമുക്ക് അന്വേഷണ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം. മുകേഷിനെ വൈദ്യപരിശോധനയ്ക്കാണ് കൊണ്ടുപോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനകം കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും. നിലവിലെ സാഹചര്യത്തിൽ ഈ ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിൽ, ബലാത്സംഗ പരാതിയിൽ നടൻ മുകേഷ് MLAയുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. രാവിലെ 10 മണി മുതൽ തുടർച്ചയായ ചോദ്യം ചെയ്യൽ ഏകദേശം 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് നടൻ മുകേഷ് MLAയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്നില്ല. അല്പസമയത്തിനകം നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. MS, കേരള നിയമസഭയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഒരു MLA, നിയമസഭാംഗം അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അറസ്റ്റ് എന്ന് പറയുന്നത് ജയിലിലേക്ക് പോകുന്ന രീതിയിൽ ഗുരുതരമായിട്ടുള്ള ഒന്ന് അല്ല എങ്കിൽ പോലും, ജാമ്യം കിട്ടാവുന്ന രീതിയിലാണ് എങ്കിൽ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന നിമിഷം എങ്കിൽ രാജിയാണ് വേണ്ടത് എന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആവശ്യം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കേരള നിയമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു MLA, താരമൂല്യമുള്ള ഒരു MLA, പ്രധാനപ്പെട്ട ഒരു നടൻ, ആ നടൻ ബലാത്സംഗ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുകേഷിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. നിതിൻ പ്രഭാകർ, ഈ സന്ദർഭത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യങ്ങളെല്ലാം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇനി രഹസ്യമാക്കി വെച്ചുകൊണ്ട് അന്വേഷണം തുടരുക എന്ന പ്രക്രിയയിലേക്കായിരിക്കും നീങ്ങുക. കാരണം ഭരണകക്ഷിയായിട്ടുള്ള ഒരു ഭരണകക്ഷി MLA അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നടൻ എന്ന വാക്കിന് പകരം അവിടെ MLA എന്ന വാക്ക് പ്രധാനമായിട്ട് വരുന്നു. അറസ്റ്റ് ചെയ്യപ്പെടുന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും ബാക്കി വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നിതിനെ മുക്തനാക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും ഇതിലേക്ക് നയിച്ച ആരോപണം, പരാതി, അതിൻ്റെ വിശദാംശങ്ങൾ ഈ നിമിഷങ്ങളിൽ പറയുന്നത് ഉചിതമായിരിക്കും. തീർച്ചയായും ആലുവ സ്വദേശിയായ നടിയാണ് ഈ നടൻ മുകേഷ് MLAക്കെതിരെ പരാതി നൽകുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ആലുവ സ്വദേശിയായ നടിയുടെ കേരള വിഷൻ ന്യൂസിലൂടെ അടക്കം നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്നത്. മരടിലെ വീട്ടിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതി ഉണ്ടായിരുന്നു. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ അന്വേഷണ സംഘത്തോട് സഹകരിക്കാൻ മുകേഷ് MLA തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ വീടിന്റെ താക്കോൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ട് പോലും വീടിന്റെ താക്കോൽ നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി ജില്ലാ സെഷൻസ് കോടതി അന്വേഷണ സംഘം ഇക്കാര്യം കോടതിയെ അറിയിച്ചു. എങ്കിലും അന്വേഷണ സംഘത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നൽകിയത്. തുടർന്ന് ഹൈക്കോടതിയിൽ ജാമ്യം റദ്ദാക്കാൻ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ തീരുമാനിച്ച ഒരു സാഹചര്യത്തിൽ സർക്കാരിൽ നിന്നുള്ള നിർണായക ഇടപെടൽ ഉണ്ടായി. അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കാതെ പിന്മാറുന്നതിനും നമ്മൾ സാക്ഷിയായി. ഇതിനു പിറകെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രത്യേക സിറ്റിംഗ് ഹൈക്കോടതിയിൽ നടക്കുന്നത്. ഈ സിറ്റിംഗിലാണ് സർക്കാരിനും അന്വേഷണ സംഘത്തിനുമെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായത്. കേരളത്തിലെ സ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കുന്ന സർക്കാർ പരാജയപ്പെട്ടു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് എന്തു നടപടി സ്വീകരിച്ചു എന്ന് അന്വേഷണ സംഘത്തോട് ചോദിച്ചു. ഒക്ടോബർ 3 വീണ്ടും സിറ്റിംഗ് നടക്കുമ്പോൾ കൃത്യമായ മറുപടി കോടതിയിൽ നൽകണമെന്ന് അന്വേഷണ സംഘത്തിന് നിർദ്ദേശവും നൽകി. ഈ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒക്ടോബർ 3 ഇനി ദിവസങ്ങൾ 7 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതിന് മുന്നോടിയായി പരമാവധി ഇതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട നിർണായക നീക്കങ്ങൾ നടത്താൻ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് നടൻ മുകേഷ് MLAയെ നിയമസഭാ സ്പീക്കറുടെ പ്രത്യേക അനുമതി വാങ്ങി AN ഷംസീറിന്റെ അനുമതിയോടുകൂടി
ഇന്ന് കൊച്ചി കോസ്റ്റൽ പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി നടൻ മുകേഷ് MLA അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ള ഇത് തന്നെയാണ്. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയുടെ പശ്ചാത്തലത്തിൽ നടൻ മുകേഷ് MLA അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്വേഷണം കൂടുതൽ കടുപ്പിക്കാൻ അല്ലെങ്കിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനാണ് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പൂങ്കുഴലി നേരിട്ടാണ് ഈ നടൻ മുകേഷ് MLA ചോദ്യം ചെയ്തത്. കോസ്റ്റൽ പോലീസ് ആസ്ഥാനത്തെ അവരുടെ മുറിയിൽ വെച്ചാണ് 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കിയത്. MS അതെ, ആ 3 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ സുപ്രധാനമാണ്. എന്തായാലും ഈ സമയം തന്നെ നടൻ മുകേഷ് MLA മുകേഷ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ സിദ്ദിഖ് എവിടെ? സിദ്ദിഖിനെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സിദ്ദിഖ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? സിദ്ദിഖ് ഏത് സ്ഥലത്തേക്കാണ് മുങ്ങിയിരിക്കുന്നത്? സിദ്ദിഖ് ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് എവിടേക്കാണ് മറഞ്ഞു പോയിരിക്കുന്നത് എന്ന് പ്രത്യേക അന്വേഷണ സംഘം ദ്രുതഗതിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖിനെ തേടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പല വിഭാഗങ്ങൾ ഇപ്പോൾ കേരളത്തിന്റെ വിവിധ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി നടൻ സിദ്ദിഖ് ഏതോ കാണാമറയത്തേക്ക് മറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ ഇതാ MLA കൂടിയായ നടൻ കൂടിയായ മുകേഷ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു തരത്തിലും ഇടവേളയ്ക്ക് പറ്റിയ സമയമല്ല ഇത്. എങ്കിൽ പോലും ഒരു ഇടവേള പെട്ടെന്ന് വരുന്നു. ആ ഇടവേളയിൽ പോയി നമ്മൾ തിരികെ എത്തുമ്പോൾ ഈ വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ടാവും. കാത്തിരിക്കുക ഇടവേളയ്ക്ക് ശേഷം.